നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് യുഗോസ്ലോവിയയിൽ ജനിച്ച് ഇന്ത്യയിൽ പ്രയത്നിച്ച് പാവങ്ങളുടെയും ആവശ്യക്കാരുടെയും രോഗികളുടെയും ഒക്കെ ഇടയിൽ പ്രവർത്തിച്ച നമ്മുടെ സ്വന്തം സെയിൻറ്റ് മദർ തെരേസയുടെ ഹോമിൻ്റെ അടുത്താണ്. അതെ, മദേഴ്സ് ഹോം. അങ്ങനെ മദേഴ്സ് ഹോമിലേക്കുള്ള യാത്രയാണ്. മദേഴ്സ് ഹോമിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇപ്പോഴും അവിടെ ആവശ്യക്കാർ ഭക്ഷണത്തിനും മറ്റ് കാര്യങ്ങൾക്കുമെല്ലാം ഇപ്പോഴും നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. രാവിലെ ഇവർ ഇപ്പോഴും മിഷൻസ് ഓഫ് ചാരിറ്റി എന്ന കത്തോലിക്ക സഭയുടെ സന്യാസിനി സമൂഹം ഇപ്പോഴും പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പാവപ്പെട്ടവരുടെ ഇടയിലും വിഷമിക്കുന്നവരുടെ ഇടയിലുമാണ്. അങ്ങനെ നേരെ നമുക്ക് മദേഴ്സിൻ്റെ ടൂമ്പിലേക്ക് പോയാൽ അവിടെ ഒരു മാതാവിൻ്റെ പടമുണ്ട്. പടമല്ല, ഒരു രൂപം. ആ രൂപത്തിൻ്റെ അടിയിൽ മദർ ഇപ്പോഴും ഉറങ്ങുന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ കൽക്കട്ടയിൽ ഒരുപാട് നാൾ പ്രവർത്തിച്ച് കൽക്കട്ടയുടെ ഓരോ തെരുവിൻ്റെയും സ്പന്ദനമറിയാവുന്ന, ഇന്ത്യയിലെ ഓരോ തെരുവിൻ്റെയും സ്പന്ദനമറിയാവുന്ന നമ്മുടെ സ്വന്തം മദർ തെരേസ അതെ ഇവിടെ ഉറങ്ങുകയാണ്. ജീവനോടിരുന്നപ്പോഴും മരിച്ചു കഴിഞ്ഞും അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് മധ്യസ്ഥയായി ഇപ്പോഴും മദർ തെരേസ നമ്മളിൽ ഒരാളായി ഇപ്പോഴുമുണ്ട്. അതെ, ഇപ്പോഴും അനേകർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് അനുഗ്രഹം നേടുകയും ചെയ്യും. 1910 ജനിച്ച് 1997 മരണപ്പെട്ട തൻ്റെ ജീവിതം വലിയൊരു സാക്ഷ്യമായി അനേകർക്ക് ഒരു മാതൃകയാക്കിയ വലിയ സ്ത്രീ അതെ മദർ തെരേസ ഇവിടെ ഉറങ്ങുകയാണ്. മദർ തെരേസയുടെ ജീവിതത്തിൽ അവരുപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഒരു മ്യൂസിയമുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. തൻ്റെ സാരി ആകട്ടെ, തൻ്റെ പഴയ ഫോട്ടോസ് ആകട്ടെ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അമ്മയെപ്പോലെ ഒരു കുഞ്ഞിനെ മാറോട് ചേർത്ത് നിൽക്കുന്ന മദർ തെരേസയെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഫോട്ടോസ്, പഴയ ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോസ് കാണാൻ സാധിക്കും. മദർ തെരേസയ്ക്ക് അനേകരയച്ച കത്തുകൾ കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ നിമിഷവും മദർ തെരേസ ഇവിടെ ആയിരുന്നപ്പോൾ എന്തായിരുന്നു എന്ന് ഈ ഒരു മ്യൂസിയത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. കുഞ്ഞുങ്ങളെ തൻ്റെ മാറോട് ചേർത്ത്, രോഗികളെ തൻ്റെ മാറോട് ചേർത്ത്, ഇതെല്ലാം ഇവിടെ മദർ തെരേസ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബുക്കുകളാണിതെല്ലാം. അതെ, മദർ തെരേസ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, പ്രാർത്ഥന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബുക്കുകൾ, തൻ്റെ കത്രിക മുതൽ എല്ലാം ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. കത്രികകളും മറ്റെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കൊന്ത, ജപമാല, കുരിശ് അത് കാണാൻ സാധിക്കും. ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസേര, സ്റ്റൂള്, അവസാന നാളിൽ ഉപയോഗിച്ച വീൽ ചെയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ജപമാലകൾ, സ്റ്റിക്കറുകൾ, അങ്ങനെ എന്തെല്ലാമോ താങ്കൾ ഉപയോഗിച്ച മുറി. അതെ, സുന്ദരമായിട്ട് ആ മുറി ഇപ്പോഴുമുണ്ട്. ഏത് സിസ്റ്ററിന് ഏത് ജോലി കൊടുക്കണമെന്നുള്ള ബോക്സ്, ആ ബോക്സിലാണ് എല്ലാം സൂക്ഷിച്ചിരുന്നത്. തൻ്റെ നാഥൻ ഏറ്റ മുൾമുടി, എല്ലാം, ബെഞ്ച്, ഡെസ്ക്, അങ്ങനെ എല്ലാം ഇവിടെയുണ്ട്. മദർ തെരേസയുടെ വലിയ ഓർമ്മകളുടെ മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട്, ആ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നമുക്കിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അനേകർ ഇവിടെ വന്ന് വോളണ്ടിയറായിട്ടും ഈ മിഷൻസ് ഓഫ് ചാരിറ്റിയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. പൈസ വാങ്ങിയല്ലാതെ ഒരുപാട് ആളുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ രണ്ടമ്മമാർ ഇതാ ഈ വണ്ടിയിലിരിക്കുകയാണ്. അവർ എങ്ങോട്ട് പോകണമെന്നറിയാതെയല്ല, അവരും പാവപ്പെട്ടവരുടെ അടുത്തേക്ക് അമ്മ കാട്ടിത്തന്ന വഴിയിൽ ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അനേകർ ഇവിടെ കാണാൻ സാധിക്കും. അതെ, ആ വഴി നമുക്ക് മാർഗമാകട്ടെ. ആ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ കാട്ടിത്തന്ന വഴിയിലൂടെ നമുക്കും സഞ്ചരിക്കാം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലം കാണുന്നതിന് വരെ ബൈ ബൈ, സീ യു അഗൈൻ.